ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. ജാസ് വീട്ടിലേക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കുന്നത് ഇന്നത്തെ കാപ്പിക്ക് ചപ്പാത്തി മുട്ടക്കറിയാണ്. അതിലേക്ക് ഞാൻ 2 ഗ്ലാസ് മാവ് ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ചിട്ടെടുക്കാം. നമ്മുടെ ചോറ് ഇവിടെ അടുപ്പത്ത് വെന്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ചോറും റെഡി ആയിട്ടുണ്ട്. വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട്. ഇതിൽ ആദ്യം തന്നെ കുറച്ച് ഉപ്പും കൂടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഈ തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം. നല്ല തിളച്ച വെള്ളത്തിലൊഴിച്ച് നല്ല സോഫ്റ്റ് കിട്ടും. നല്ല ചൂടുവെള്ളമാണ്. മാവ് ഒരു പകുതി ഇതിലിങ്ങനെ തന്നെ ചൂടുവെള്ളത്തിൽ തന്നെ വെന്തോളും. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പം മാവ് ഞാനൊന്ന് ചൂടുവെള്ളത്തിലൊന്ന് കുഴച്ച് വെച്ചിരിക്കുകയാണ്. നന്നായിട്ട് കുഴച്ചിട്ടില്ല. ഇത് ഒന്ന് ചൂട് തണുത്തിട്ട് നമുക്ക് കൈ കൊണ്ട് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചോറ് ഏകദേശം വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് വടിച്ചിടാം. അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ ആയിട്ടുണ്ട്. ഊറ്റിയെടുക്കാം. അപ്പോൾ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോറൊന്ന് ഊറ്റിയെടുക്കാം. മാവ് ഇവിടെ ഒന്ന് തണുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം, കയ്യിലൊന്നും പറ്റാതിരിക്കാൻ. ഇതൊന്ന് കൈ കൊണ്ട് കുഴച്ചു. അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഒന്ന് വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയാണ്. വെണ്ടയ്ക്ക സവാളയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി 2 പച്ചമുളക് കൂടെ നമുക്കതിൽ അരിഞ്ഞിടാം. അപ്പോൾ നമ്മൾ വെണ്ടയ്ക്കയും സവാളയും പച്ചമുളകും കൂടെ ഒന്ന് അരിഞ്ഞിടാം. ചോറിൻ്റെ വെള്ളം ഒന്ന് തോർത്തിയെടുക്കുകയാണ്. നമ്മൾ ചോറ് തോർത്തിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുക്കാം. ഫ്രൈ പാൻ വെച്ച് കൊടുത്തു. ഫ്രൈ പാനിൻ്റെ വെള്ളം തോർന്നിട്ടുണ്ട്. നമുക്കിത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ മെഴുക്ക് പുരട്ടിക്ക് ഒരിക്കലും കടുക് ഇടാറില്ല. അപ്പോൾ വെണ്ടയ്ക്കയും സവാളയും പച്ചമുളകും കൂടെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. അല്പം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് അടച്ച് അപ്പോൾ ഇന്ന് മുട്ടക്കറിയാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് മുട്ടക്കറി ചപ്പാത്തിയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ 3 സവാള 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫാക്കാം. നമുക്കൊന്ന് ചെറിയ മത്തിയാണ് കിട്ടിയിട്ടുള്ളത്. ഇതൊന്ന് വെട്ടി വറുക്കാൻ റെഡിയാക്കാം. നമുക്ക് മുട്ടക്കറി തയ്യാറാക്കാനുള്ളൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കുകയാണ്. ഞാൻ മുട്ടക്കറി ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിലേക്ക് ഞാൻ പച്ചമുളക് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അല്പം ഇഞ്ചിയും കൊത്തി അരിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചീനിച്ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ഉണ്ട്. ഞാൻ അല്പം ഇഞ്ചി കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് എടുക്കാം. നമ്മൾ മുട്ട പാല് കറിയാണ് വയ്ക്കുന്നത്. തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ 2ാം പാലും ആദ്യത്തെ പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, ഒരുപാട് വേണ്ട. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 2ാം പാൽ, ഞാൻ ഇതിലേക്ക് 2ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യത്തെ പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ 4 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട പാലുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചപ്പാത്തി തയ്യാറാക്കാനുള്ള പാത്രം വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് അല്പം കറിവേപ്പില ഇട്ട് ഇറക്കി വയ്ക്കാം. കറിവേപ്പിലയുടെ മണം പോകാതിരിക്കുകയാണ് ലാസ്റ്റ് ഇട്ടത്. നമ്മൾ പാലുകറി വയ്ക്കുമ്പോൾ ഇങ്ങനെ തന്നെ കറിവേപ്പില ആദ്യം തന്നെ ഇടരുത്. അപ്പോൾ ലാസ്റ്റിലേ ഇടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഇറക്കാം.
അപ്പോൾ നമ്മുടെ ചപ്പാത്തി ഇവിടെ നല്ല സോഫ്റ്റായിട്ട് ഇരിപ്പുണ്ട്. നമുക്കതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമുക്ക് ചപ്പാത്തി പരത്തിയതിന് ഇതിലിട്ട് കൊടുക്കാം. അടുപ്പിലേക്ക് ഒരു കടായി വെച്ച് കൊടുക്കാം. നമുക്ക് മീൻ വറുത്തെടുക്കാം. കടായി ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, ഇതിലേക്ക് മത്തി മീനാണ് ഇങ്ങനെ ആവുന്നത്. അത് മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലോട്ട് എടുക്കാം. അപ്പോൾ ചോറും പാർസൽ ഞാൻ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ചോറ് അടച്ച് വെച്ച് കൊടുക്കാം. ഒന്ന് ചമ്മന്തി, മെഴുക്ക്, മീൻ വറുത്ത. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാപ്പി ഇതാണ്: ചപ്പാത്തി, മുട്ടക്കറി, കട്ടൻ കാപ്പി. അപ്പം നമ്മുടെ ഇന്നത്തെ ചോറും കറിയും എല്ലാം ഇതാണ്: ചോറ്, മീൻ വറുത്തത്, വെണ്ടയ്ക്ക മെഴുക്ക്, ചമ്മന്തി, തൈര്. ഇതാണ് ഇന്നത്തെ കറികൾ. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മരണപ്പെട്ടു, ആ വീട്ടിലേക്ക് പോകണം. അതുകൊണ്ട് അധികം കറികളൊന്നും തയ്യാറാക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.